ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായിട്ട് ആയുധങ്ങളടക്കം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും മറ്റ് രാജ്യങ്ങളെ ആയുധങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് റഷ്യയെ. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് തേജസ് മുതൽ ഇങ്ങോട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് എയറോസ്പേസ് അഥവാ GE എയറോസ്പേസിന്റെ എഞ്ചിനാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച കരാറുമായിരുന്നു. ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വലിയൊരു പദ്ധതിയാണ് AMCA പ്രോജക്റ്റ്. ഒരുപാട് പേര് മുൻപിട്ട പല വീഡിയോകളിലും അതിന്റെ അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിന്റെ അപ്ഡേറ്റുകൾ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് സത്യം. എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ചില ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭ്യവുമാണ്. നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിൻ ലഭ്യമാക്കുന്ന GE ഗ്രൂപ്പ് തന്നെയാണ് ഈ AMCയുടെ ആദ്യഘട്ടത്തിലും അതിനുവേണ്ട എഞ്ചിൻ സപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് സംബന്ധിക്കുന്ന US ക്ലിയറൻസ് 2023 നവംബർ 18 ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2023 തന്നെ ഈ GEയുമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ കരാറിനെ കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. GEയുടെ F414 മിലിറ്ററി എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇന്ത്യക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറാണ് ഉണ്ടായത്. ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് ഒരു കരാറ് ഒപ്പുവെക്കുകയും ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ്. കാരണം ജെറ്റ് എഞ്ചിൻ ടെക്നോളജി അടക്കം കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കരാറാണ്. ഇന്ത്യ-US ബന്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കരാറാണ്. ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അമേരിക്കൻ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക. അത് തേജസ് യുദ്ധവിമാനങ്ങളിലും AMCA പ്രോജക്റ്റിലും ആദ്യഘട്ടത്തിൽ US കമ്പനിയായിട്ടുള്ള GEയുടെ എഞ്ചിൻ തന്നെയായിരിക്കും ഇന്ത്യ ഉപയോഗിക്കുക. പക്ഷെ പിന്നീട് തദ്ദേശീയമായ എഞ്ചിൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. 2026-27 കൂടിയൊക്കെ ആദ്യ പറക്കലിന് തയ്യാറെടുക്കുന്ന AMCA പ്രോജക്റ്റ് അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നമുക്ക് ചെലവ് വരുന്നത് ഏകദേശം 15,000 കോടി രൂപയിലധികമാണ്. ഏതാണ്ട് $2 ബില്യൺ വരും അത്. ഈ കഴിഞ്ഞ 2023 ഫെബ്രുവരിയിൽ തന്നെ AMCയുടെ ഡിസൈൻ DRDO പൂർത്തിയാക്കി എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഒരു സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണിത്. AMCA Mark 1 എന്ന് പറയുന്നത് തന്നെ ഒരു 5.5 ജനറേഷൻ ആയിരിക്കും. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ അടക്കം അതിൽ ഉപയോഗിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. Mark 2 എന്ന് പറയുന്നത്, അതായത് AMCയുടെ അടുത്ത ഘട്ടമായ Mark 2 എന്ന് പറയുന്നത് ഒരു 6th ജനറേഷൻ എയർക്രാഫ്റ്റുമായിരിക്കും. അതിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഈ നമ്മുടെ നിലവിലെ പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് റഷ്യൻ നിർമ്മിത Su-30 MKI എന്ന് പറയുന്നത്. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുമുള്ള 5ാം തലമുറ അല്ലെങ്കിൽ 5.5-6 തലമുറയിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കുക. ഒന്നിലേറെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഇന്ത്യയുടെ AMCA എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്ട്രൈക്ക്, എയർ ഡിഫൻസ്, ഇലക്ട്രോണിക് വാർഫെയർ, അങ്ങനെ ഒന്നിലേറെ ദൗത്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമായിരിക്കും ഇത്. ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അസ്ത്രയുണ്ടാകും, അസ്ത്ര IR, Mark 1, Mark 2, Mark 3, അതുപോലെ തന്നെ ബ്രഹ്മോസ്, രുദ്രം, അങ്ങനെയുള്ള അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ടാകും. ലേസർ ഗൈഡഡ് ബോംബുകൾ ഉണ്ടാകും. അതുപോലെ DRDO ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പ്രത്യേകതകളുള്ള ധാരാളം ബോംബുകളും മിസൈലുകളും ഒക്കെ ഇതിന് വഹിക്കാനുള്ള ശേഷി ഉണ്ടാകും. ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഏറ്റവും മികച്ചതായിരിക്കുമെന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. മാത്രമല്ല വളരെ മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള US-ന്റെയും ചൈനയുടെയും ഒക്കെ എയർക്രാഫ്റ്റുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയ്ക്കും ഇന്ത്യയുടെ AMCAക്ക് വലിയ പ്രാധാന്യമുണ്ടാകും. അത്തരം ടെക്നോളജിയും ഉപയോഗപ്പെടുത്തും. സെൻസറുകളടക്കം AI ടെക്നോളജിയുടെ സഹായത്തോടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 2600 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന AMCA ഏകദേശം 3240 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യയെ പോലെ ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം AMCA പോലെയുള്ള യുദ്ധവിമാനങ്ങളും ഏറ്റവും മോഡേൺ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളുമൊക്കെ ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ മേഖലയിലെ ആധിപത്യം നിലനിർത്തുന്നതിനും ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി നിലനിൽക്കുന്നതിനും ഇത്തരം ആയുധങ്ങൾ അനിവാര്യമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ AMCA പദ്ധതി പൂർത്തിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം തദ്ദേശീയമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുക എന്ന് പറയുന്ന ഇന്ത്യയുടെ ലക്ഷ്യവും ഈ പദ്ധതിക്കൊപ്പം തന്നെ
യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.